എല്ലാവർക്കും നമസ്കാരം. എൻ്റെ തന്ത വൈബ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. തന്ത വൈബിലേക്ക് സ്വാഗതം. ഞാൻ ഒന്നും കഴിക്കാതെ പോയതുകൊണ്ട് ഒരു ലെഗായിരുന്നു കളി. അപ്പോൾ ഒരു സ്ട്രോങ് കട്ടൻ കാപ്പിയും 2 കോഴിമുട്ടയും അങ്ങോട്ട് കഴിച്ചു. കോഴിമുട്ട സാധാരണ ഇവിടുന്ന് കഴിക്കുമ്പോൾ ഇങ്ങനെ നല്ലതുപോലെ പൊളിഞ്ഞ് കിട്ടാത്തതാണ്. അപ്പോൾ ഞാനിങ്ങനെ പൊട്ടിച്ചിട്ട് നിങ്ങൾ കണ്ടോളൂ. കൈ കൊണ്ട് തന്നെ ഞാനിങ്ങനെ ഒരു കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പൊളിച്ചെടുത്തപ്പോൾ നല്ലപോലെ കിട്ടി കണ്ടോ. പക്ഷേ നേരത്തെ ആദ്യം കഴിച്ചത് പൊളിച്ചപ്പോൾ ഇങ്ങനെ കിട്ടിയില്ല. ഞാൻ അതുപോലെ ആയിരിക്കും ഇതൊന്ന് എഴുതിയിട്ട് ക്യാമറ ഓൺ ആക്കിയിരുന്നു. പക്ഷേ ഇത് നല്ല വൃത്തിയിൽ കിട്ടി. അങ്ങനെ ഇതൊക്കെ കഴിച്ച് ഞാൻ ജിമ്മിൽ കയറി. പിന്നെ പ്രത്യേകിച്ചുണ്ടല്ലോ, ഇന്ന് പ്രത്യേകിച്ച് വേറെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഞാൻ ജിമ്മൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങി. മുമ്പത്തെ വീഡിയോയിൽ ജിമ്മിൽ പൂച്ച പ്രസവിച്ചൊന്നും ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. അത് ജിമ്മിൽ വന്ന് നിന്നേന്ന് കേട്ടോ. എന്നിട്ട് പുറത്തേക്ക് ആക്കിയിട്ട് പുറത്ത് സ്പേസിൽ നമ്മളെ ജിമ്മിലെ ട്രെയിനർ ഒരു കാർഡ്ബോർഡ് ബോക്സൊക്കെ വെച്ച് കൊടുത്തിട്ടായിരുന്നു. അത് എന്നിട്ട് മഴ പെയ്യുന്നതിന് ഒരു ഷീറ്റ് ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഒരു സേഫാണ് അവിടെ. പിന്നെ ഞാൻ ജിമ്മിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. ഞാൻ കുറച്ച് ഇവിടെ ഇങ്ങനെ നിന്ന് നോക്കി, ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, നനഞ്ഞങ്ങോട്ട് പോകുന്ന എഴുതി. ഇത് ഇവിടുന്ന് വീട് വരെ ഇനിയിപ്പോൾ കോട്ടൊക്കെ ഇട്ട് കോട്ട് നനയ്ക്കേണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ നനഞ്ഞങ്ങോട്ട് പോയി. ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എടുക്കുന്ന കണ്ടിട്ടേ നേരെ മുമ്പുള്ള ഓട്ടോ ഡ്രൈവർ എഴുതി അയാൾ അങ്ങനെ വണ്ടി നിർത്തിയിട്ട് എടുക്കാതിരിക്കുന്നതായിരിക്കും കരുതിയത്. അയാളിങ്ങനെ എന്നെ നോക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട്. കാരണം അവർ ഇവിടുന്ന് വണ്ടി അങ്ങോട്ട് ഇറക്കാൻ കഴിയാത്ത രീതിയിലാണ് വണ്ടി നിർത്തിയിട്ട്. അതുകൊണ്ടായിരിക്കും കരുതിയത്. ജിമ്മ് കഴിഞ്ഞ് വരുന്നത് നനഞ്ഞങ്ങ് പോകുന്നു. കോട്ടൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇങ്ങനെ പോകും. ഇങ്ങനെ മടിച്ചു നിൽക്കാതെ വേഗം കുളി അങ്ങോട്ട് തീർക്കുക. ശരി എന്നാ. ഉറക്കം വന്നിട്ടൊരു രക്ഷയില്ല. ഇപ്പം സമയം എത്രയാണെന്ന് അറിയോ? ഇപ്പം 11:30 ആയിട്ടുണ്ട്. ഞാനാണെങ്കിൽ വീഡിയോ വരെയൊന്നും എടുത്തിട്ടില്ല. എടുക്കണം എന്നൊക്കെ എന്താ പറയാ, 2 ദിവസം ഒരു കിളി പോയി നടക്കുകയാണ്. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ, എനിക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നം. അതിപ്പോ എന്താന്ന് പറയുകയാണെങ്കിൽ ഇപ്പം എന്താണ്, ഒരു ചെറിയ സംഭവം ഉണ്ടായി. അതിനോടനുബന്ധിച്ചുള്ള ഒരു കിളി പോവല്, അതുകൊണ്ട് തിരിച്ചു വരുന്നില്ല. നമ്മള് എന്തൊക്കെയോ പറയാനുണ്ട്, പക്ഷെ ഒന്നും പറയാൻ കഴിയുന്നില്ല. ഇത് സംഭവം ഞാൻ ഈ ചാനൽ ഇങ്ങനെ തുടങ്ങിയിട്ടത് എന്നും പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പം ഒന്നും പറയാൻ കഴിയാത്ത കൂട്ടത്തില് അങ്ങനായിട്ടുണ്ട്. പക്ഷെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ
പക്ഷേ പക്ഷേ പക്ഷേ പക്ഷേ പക്ഷേ അങ്ങനെയുണ്ട്. അവിടെ ഇട്ടിട്ട് വേറെ കാര്യം പറയാം. നമ്മുടെ ആ ചാനൽ ഉണ്ടല്ലോ, എന്താ ചാനൽ, സീക്രട്ട് ഏജന്റ് അല്ല, അവന്റെ പേരൊന്നും എനിക്കറിയില്ല. അയാളൊരു കഥയാണെങ്കിൽ വേറെ, ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടില്ലേന്നു, അയാളെപ്പോലെ ആവാതിരിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാല് ഞാനും ചിന്തിക്കും ചില സമയത്ത് ഞാനും അതുപോലെ ആണല്ലോ. ചില സംഗതികൾ എന്താ പറയാ, ആ പുയിപ്പ് പറയും. പുയിപ്പ് എന്ന് പറഞ്ഞാൽ മറ്റേ ഒരാളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഇപ്പോൾ ചില സമയത്ത് അങ്ങനെ തോന്നാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾക്ക് തന്നെ തോന്നില്ലേ ചിലപ്പോ അത് ചെയ്ത് ശരിയാണോ, ശരിയായില്ലല്ലോ. അതൊന്നുമില്ല. ഈ സീക്രട്ട് ഏജന്റ് എന്തൊക്കെയാണ് പറയുന്നത്, കിടന്ന് ചെയ്ത സാധനം ശരിയാന്ന് സമ്മതിക്കാൻ ഇങ്ങനെ കിടന്ന് മെഴുകി കൊടുക്കുക. ലെവന് പിന്നെ ബിഗ് ബോസ് തുടങ്ങാനായില്ലേ, അത് പറഞ്ഞപ്പോഴാണ് ബിഗ് ബോസിന്റെ എന്തോ അഗ്നിപരീക്ഷ എന്തൊക്കെ സോഷ്യൽ മീഡിയ മുഴുവൻ അതായിരിക്കും. ഞാനൊരു വീഡിയോ അയച്ചിട്ട് ഒന്നും നടന്നില്ല. പിന്നെ ഇതാ മറ്റേ ഞാൻ പറഞ്ഞത് സീക്രട്ട് ഏജന്റ് NRTനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. ലെവൻ എന്ത് പറയണമെന്ന് ഓർമ്മയില്ല, വീഡിയോ ചെയ്യണമെന്ന് മാത്രം ഓർമ്മയുണ്ട്. ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂടും. അതേപോലെ വേറൊരു കണ്ടല്ലോ, ഡോക്ടർ റോബിൻ. അത് വേറൊരു കഥ. ഞാനത് കണ്ടപ്പോ ഇങ്ങനെ ചിന്തിച്ചെന്താ അറിയോ, നമ്മളെ ചില ആൾക്കാർ ഫാർമസിയിൽ നിന്ന് മെഡിസിൻ വാങ്ങിപ്പോവും. അപ്പൊ സ്ഥിരം വാങ്ങുന്ന ആൾക്കാരാകുമ്പോൾ നമ്മൾ കാശ് പിന്നെ തരട്ടോ പറഞ്ഞാൽ ഓക്കെ എന്ന് പറയും. പിന്നെ അവരോട് നമ്മളവിടെ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾക്ക് നല്ല ഓർമ്മ ഉണ്ടാവും. പിന്നെ അവരോട് ക്യാഷ് ചോദിക്കുമ്പോൾ ചില ആൾക്കാരുണ്ടോ, അപ്പോൾ അവർ പറയും എവിടെ, ഞങ്ങൾ ഇവിടെ കടാക്കിയിട്ടൊന്നുമില്ല, ഇതാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഓർമ്മയെ ഉണ്ടാവില്ല സംഭവം. പിന്നെന്തായി ചോദിച്ചാൽ നമ്മൾ തെറ്റുകാരായി. അതുപോലെയാണ് ഇപ്പോ എനിക്ക് ആ റോബിന്റെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ തോന്നിയത്. ഇനിയിപ്പം മറ്റവരെന്തോ പേരിലായിക്കോട്ടെ, ഇവന് കടം കൊടുത്തിട്ടില്ലേ, കടം കൊടുത്ത സ്ഥിതിക്ക് അത് തിരിച്ചു കൊടുത്തിട്ടല്ലേ ഡയലോഗ് അടിക്കേണ്ടത്. എന്നിട്ട് അതിന് പിന്നെ ഒരു ന്യായീകരണങ്ങൾ. ഞാനാ പറഞ്ഞ പോലെ പിന്നെ നമ്മളെന്തായി, കടം കൊടുത്ത നമ്മള് തെറ്റുകാരായി, ചോദിച്ച നമ്മള് തെറ്റുകാർ. അങ്ങനെ ചില ആൾക്കാർ എനിക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ട് എനിക്ക് വേഗം റിലേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഉണ്ടാവാം. അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, വീഡിയോസ് എടുക്കാൻ ഞാൻ ഇപ്പം ലാസ്റ്റ് ഇട്ട ഒരു സംഭവം ഉണ്ടല്ലോ, അതിനുശേഷം പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് നേരെ നനഞ്ഞ് വന്നാലേ കുളി കഴിഞ്ഞ് കിടന്ന് ഒന്ന് ഉറങ്ങാൻ നേരി കിടന്നു. അങ്ങനെ പിന്നെ ഞാൻ കരുതി ഷോപ്പിലെത്തിയിട്ട് വീഡിയോ ഒക്കെ എടുക്കാം ഉണ്ടല്ലോ. ഇത് മറ്റേ 60 പേരായിട്ടുണ്ട്, 60 പേരായില്ലേ. അപ്പം ഞാൻ 44 ഇങ്ങനെ 44ലാണ് ഞാൻ
അവസാനമായിട്ട് ഇങ്ങനെ പറഞ്ഞത്. ഇനിയിപ്പോൾ 16 പേര് പുതിയത് വന്നല്ലോ, അപ്പോൾ 16 പേരെ ഡിസ്കൗണ്ട് ഞാൻ മെഡിസിനിൽ കുറച്ച് കൊടുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞ് അതൊക്കെ ചെയ്യാമെന്ന് കരുതിയിരുന്നു. പക്ഷേ അത് പോയിട്ട് ഒരു വീഡിയോ പോയി പിന്നെ ഇന്നലെ എടുക്കാൻ കഴിഞ്ഞില്ല, എൻ്റെ തലേ ദിവസം ഞാൻ എടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ കിളി പോയൊരു സംഭവം ഉണ്ടായി. അത് നടന്നതിന് നമ്മൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് നടന്ന സ്ഥലം അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തോന്നി. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല, ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്, ഒന്നിപ്പോൾ പറയാൻ പറ്റില്ല, അതാണ് ഇപ്പോൾ വിഷയം. പിന്നെന്താ, ഒക്കെ അല്ലേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇനി വയ്യ, നാളെ ജിമ്മിൽ പോക്ക് മുടങ്ങാൻ സാധ്യതയുണ്ട്. ജിമ്മൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം ഞാൻ പാട്ട് വെക്കും, അപ്പം അങ്ങനെ വീഡിയോ എടുക്കുമെന്ന് ചിന്തിക്കും. വീഡിയോ എടുക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ജിമ്മിൽ നിന്നപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, എടുക്കുകയും. അത്രക്കേ ഉള്ളൂ, വേറെന്താ. പിന്നെ നമ്മളെ ഇതില്ലേ റീയൂണിയൻ പരിപാടി, ഞാൻ അവരോട് നല്ല പോലെ ഗ്രൂപ്പിൽ പറഞ്ഞു നോക്കി, അത് നമ്മൾക്കിപ്പോൾ ചെയ്യണോ, തിരക്കിട്ട് ചെയ്യുമ്പോൾ ആർക്കും അങ്ങനെ പെട്ടെന്ന് എത്തിപ്പെടാം. പിന്നെ അത് ഓണത്തിൻ്റെ മാസമല്ലേ, എനിക്കൊന്ന് സാമ്പത്തികമായിട്ട് അപ്പോൾ മാസാവസാനം ആകുമ്പോഴേക്കും, അടുത്ത ആഴ്ച ആകുമ്പോഴേക്ക് പിന്നെ ഡേഞ്ചറായിരിക്കും. പിന്നെ ഇങ്ങനെ വലിച്ചു നീട്ടി ഒപ്പിച്ച് ഇങ്ങനെ പോകുന്നവരാണ്. പിന്നെ ഓണം കൂടി അത് ഉണ്ടാവും. അപ്പോൾ അടുത്ത വർഷം സാവധാനത്തിൽ എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് നടത്താമെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവില്ല. അവർക്ക് ചില ആൾക്കാർക്ക് കഴിഞ്ഞ മാസം നടത്തിയ പരിപാടി ഈ മാസം നടത്തണം, എന്നിട്ട് അടുത്ത വർഷം നടത്താം. ഞാൻ എല്ലാം കൂടി കേട്ടിട്ട് എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ആ ഗ്രൂപ്പ് ലെഫ്റ്റ് അടിച്ചു. ആകെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നതാണ്, അന്ന് ഞാൻ ലെഫ്റ്റായി എന്ന് പറയാം. അന്ന് ഞാൻ ഇറങ്ങിപ്പോന്നു. ഇനി ഗ്രൂപ്പും വേണ്ട, ഒരു തേങ്ങയും വേണ്ട. ഇനി ഒരു ഗ്രൂപ്പ് കൂടി ഉണ്ട്, അതും ഈ പോക്കാണെങ്കിൽ അടുത്ത് ഒഴിവാകേണ്ടി വരും. അതിൽ പിന്നെ 3-4 ആളേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ്. അപ്പം അടുത്ത ഞായറാഴ്ച അവർ പരിപാടി നടത്തും തോന്നുന്നുണ്ട്. നമ്മൾ പറയുന്നൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല, അവരെന്തോ ചെയ്യട്ടെ, ഓരോരുത്തർ ഇഷ്ടമല്ലേ. പിന്നെ 4-5 ആൾക്കാർ കാണുന്നതിന് ഗെറ്റ് ടുഗദർ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കാണുന്നുണ്ടല്ലോ, അങ്ങനെ ഇതിൽ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, അപ്പം പിന്നെ പറയാം. ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞാനൊന്ന് ഓക്കെ ആവട്ടെ, കാണാം. ആകെ നമ്മൾ 10-20 പേരല്ലേ ഉള്ളൂ. പിന്നെ വീഡിയോ ഇടാതിരിക്കേണ്ട രീതിയിൽ എടുത്തതാ. ഓക്കെ എന്നാ.